നിറയാട്ട ഒരു അനുഷ്ഠാനം വളർന്നാടണം ദേവീദേവന്മാർക്കും കാഴ്ചക്കാർക്കും വേണ്ടി. വേഷക്കാരൻ മനുഷ്യനിൽ നിന്നും ദേവരൂപം കൊള്ളുന്നിടത്താണ് വിജയം. മധുവിധമൊക്കെ ആഘോഷിച്ച് അവളൊന്നും മയപ്പെടട്ടടാ. എന്നിട്ട് തീരുമാനത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ എന്റെ വാളൻ ആഴ് നടക്കുന്നാകൂല. സിനിമയുടെ കുലപതിയാണ് സത്യജിത്ത് റായ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിലാണ് ഇത്രയും നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞത്, ഒരു ഹ്രസ്വചിത്രം കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് എന്നെ വളരെയധികം സംതൃപ്തനാക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. ഇത്തരം കലാകാരന്മാരൊക്കെ നമ്മളുടെ മുഖത്തിന്റെ മണ്ണിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കാനൊരു അവസരം കൂടിയായിരുന്നു ഇത്. കലകൾ പൊതുവെ കാലത്തെ അടയാളപ്പെടുത്തുന്നതാണെന്ന് പറയാറുണ്ട്. കലയുടെ പ്രധാനമായ ദൗത്യവും മനുഷ്യനെ അവന്റെ ജീർണിച്ച ചുറ്റുപാടുകളിൽ നിന്നും മോചിതനാക്കി സ്വപ്നാഭമായ മറ്റൊരു പുരോഗതിയുടെ ലോകത്തേക്ക് അവനെ നയിക്കാൻ ഉതകുന്ന ഉപകരണമായി മാറണം കല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. കലയെക്കുറിച്ച് പറയുന്ന സാമാന്യമായ തത്വങ്ങളാണ്. ഇവിടെ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷോർട്ട് ബൈ ഷോർട്ട് എടുത്ത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ കുറ്റങ്ങളോ പോരായ്മകളോ ആയിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്